നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെയും പെൻ ഡ്രൈവിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് ലംഘിച്ചു. ശിരസ്തദ താജുദ്ദീനെയാണ് മെമ്മറി കാർഡ് ഏൽപ്പിച്ചത്. കാർഡ് പരിശോധിക്കുമ്പോൾ മൊബൈൽ ഫോൺ അനുവദിക്കരുതെന്ന നിർദ്ദേശവും പാലിച്ചില്ല. സ്വന്തം മൊബൈലിലാണ് താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. 2019 നവംബർ 19 സുപ്രീം കോടതി മാർഗനിർദ്ദേശമാണ് വിചാരണ കോടതി ജഡ്ജ് ഹണിയം വർഗീസ് അട്ടിമറിച്ചത്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും അതീവ സുരക്ഷയോടെ കൈകാര്യം ചെയ്യാനായിരുന്നു നിർദ്ദേശം. ഇത് കാറ്റിൽ പറത്തിയാണ് 2021 ജൂലൈ 19 മെമ്മറി കാർഡും പെൻഡ്രൈവും ശിരസ്തദാർ താജുദ്ദീന് കൈമാറിയത്. അന്ന് ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെ വിവോ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചെന്നാണ് ഫോറൻസിക് പരിശോധനയിലെ കണ്ടെത്തൽ. അടച്ചിട്ട കോടതിയിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ മെമ്മറി കാർഡ് പരിശോധിക്കാനായിരുന്നു സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നൽകിയ നിർദ്ദേശം. പരിശോധനാ സമയത്ത് മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കരുത്. ദൃശ്യങ്ങൾ പകർത്താനുള്ള സാധ്യതകൾ പൂർണ്ണമായും തടയണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചാണ് പ്രതി ദിലീപിനും അഭിഭാഷകർക്കും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവസരം നൽകിയത്. പക്ഷേ കോടതി ചെസ്റ്റിൽ സൂക്ഷിച്ച മെമ്മറി കാർഡും പെൻഡ്രൈവും താജുദ്ദീന് കൈമാറുമ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിരുന്നില്ല. മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിക്കുമ്പോൾ ടെലിഗ്രാം, വാട്സ്ആപ്പ് ഉൾപ്പെടെ ചാറ്റിംഗ് ആപ്പുകൾ പ്രവർത്തനക്ഷമമായിരുന്നു. ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണോ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചതെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. വിചാരണ കോടതിയിൽ അസാധാരണമായി മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് അതിജീവിതയുടെ ആരോപണം. നടിയെ ആക്രമിച്ച കേസിലെ തുടർച്ചയായ നീതി നിഷേധങ്ങളുടെ തെളിവാണിത്. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പോലും ലംഘിച്ച മെമ്മറി കാർഡ് മൊബൈൽ ഫോണിൽ പരിശോധിച്ചത് എന്തിനു വേണ്ടിയാണെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.